മന്ത്രിസഭ രൂപീകരണം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രി, പൊതുഭരണവും ധനവകുപ്പും ഭരിക്കും വി ഡി സതീശൻ. രമേശ് ചെന്നിത്തല ആഭ്യന്തരവും വിജിലൻസും, സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പായിരിക്കും, കെ മുരളീധരൻ ആരോഗ്യ വകുപ്പായിരിക്കും കൈകാര്യം ചെയ്യുക എന്നറിയുന്നു. എ.പി. അനിൽകുമാറിന് ദേവസ്വം നൽകിയെന്ന സൂചനകൾ വരുന്നുണ്ട്, നമുക്കത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഏതായാലും മന്ത്രിസഭ ഇങ്ങനെയാണ്: വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, ബിന്ദു കൃഷ്ണ, എ.പി. അനിൽകുമാർ, പി.സി. വിശ്വനാഥ്, എം ലിജു, റോജി എം ജോൺ, ടി സിദ്ദിഖ്, ഒ.ജെ. ജനീഷ്, ഐ.സി. ബാലകൃഷ്ണൻ, കെ തുളസിയും വ്യവസ്ഥയിലൊപ്പം ലീഗിൽ നിന്ന് വി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, പി കെ ബഷീർ, കെ എം ഷാജി, അതോടൊപ്പം അബ്ദുൾ ഗഫൂർ. അങ്ങനെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും പട്ടിക, മന്ത്രിസഭാ പട്ടിക. റിപ്പോർട്ടർ ടിവിയാണ് ആദ്യം പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് വാർത്തയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഓരോ സ്പന്ദനങ്ങളും ഓരോ ചർച്ചകളും റിപ്പോർട്ടർ ടിവി തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും. റോഷിപ്പാലും ഒപ്പം ഞങ്ങളുടെ പ്രതിനിധികളും അവിടെ നിന്ന് അപ്പോൾ വിവരങ്ങൾ കൈമാറുന്നുണ്ട്. അതാണ് റോഷിപ്പാൽ. രമേശ് ചെന്നിത്തല കടുംപിടുത്തം പിടിച്ചിരുന്നു ഐ.സി. ബാലകൃഷ്ണൻ അൻവർ സാദത്തിനും വേണ്ടി. പക്ഷേ അൻവർ സാദത്തിന്റെ പേര് വെട്ടിപ്പോയെങ്കിലും ഐ.സി. ബാലകൃഷ്ണനെ ടേം വ്യവസ്ഥയിലെങ്കിലും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു. വി ഡി സതീശൻ, ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ളവർക്കായി വാശി പിടിച്ചിരുന്നെങ്കിൽ പോലും അതുണ്ടായില്ല. വി ഡി സതീശൻ പറഞ്ഞ കെ തുളസിയെ ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് എത്തിക്കുന്നുണ്ട്. വയനാടിന് 2 മന്ത്രിമാരുണ്ടാകുന്നു എന്നുള്ളതാണ്. റോജി എം ജോൺ ദേശീയ നേതൃത്വത്തിന്റെ ഹൈക്കമാൻഡിന്റെ കൂടി താല്പര്യം പരിഗണിച്ച് സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചാണ് റോജി എം ജോൺ വരുന്നത്. ഒ.ജെ. ജനീഷിനും ഈ സാമുദായിക സമവാക്യം തന്നെയാണ് ഗുണം ചെയ്തിട്ടുണ്ടാവുക.